സിനിമകളിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഒരു നടിയോ നടനോ അവരുടെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ ഡയലോഗായി സിനിമയിൽ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു മലയാള സിനിമയിൽ മമ്മൂട്ടി യാദൃശികമായി ഒരു വീടിന്റെ അഡ്രസ്സ് പറയുന്നത് മമ്മൂട്ടിയുടെ സ്വന്തം വീടിന്റെ അഡ്രസ്സാണ്. വരവേൽപ്പ് എന്ന സിനിമയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ശ്രീനിവാസൻ പറയുന്ന പല ഡയലോഗും തന്റെ സ്വന്തം പേഴ്സണൽ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ മലയാള സിനിമയിലെ നടീനടന്മാർ സ്വന്തം പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഡയലോഗായി പറഞ്ഞതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. മാർക്കോ. 2024 ഉണ്ണി മുകുന്ദൻ സിനിമയാണ് മാർക്കോ. സിനിമയിൽ ഉണ്ണി മുകുന്ദന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ഒരു നായയുമായുള്ള മൽപ്പിടുത്തത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ വില്ലന്മാരോട് പറയുന്നുണ്ട്, ഞാനൊരു ഡോഗ് ലവറാണ്, എനിക്കൊരു ഹസ്കി ഉണ്ട്, അവന്റെ പേര് റോക്കി എന്നാണെന്ന്. മാർക്കോ എന്ന കഥാപാത്രത്തിന് വലിപ്പം കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഡയലോഗ് അല്ല ഇത്. പകരം ഇത് ഉണ്ണി മുകുന്ദന്റെ സ്വന്തം പേഴ്സണൽ ലൈഫിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരുപാട് നായ്ക്കുട്ടികളുണ്ട്. അതിലൊരിനമാണ് ഹസ്കി എന്ന നായ. ആ നായയുടെ പേര് റോക്കി എന്നാണ്. അങ്ങനെ നോക്കിയാൽ സ്വന്തം പേഴ്സണൽ ലൈഫിലെ കാര്യം തന്നെയാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന സിനിമയിലൂടെ ഡയലോഗായി പറഞ്ഞത്. സിനിമ കണ്ടപ്പോൾ ഇതെത്ര പേർ ശ്രദ്ധിച്ചു എന്നത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജോ ആൻഡ് ജോ. 2022 കോമഡി സിനിമയാണ് ജോ ആൻഡ് ജോ. സിനിമയിലെ നിഖില വിമലിന്റെ അമ്മയായി അഭിനയിച്ചത് സ്മിനു സിജോയാണ്. സിനിമയിലെ പല ഭാഗത്തായി നിഖില വിമൽ അമ്മയെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമ്മ ആയ കാലത്ത് ഒരുപാട് വോളിബോൾ കളിച്ച് നടന്നില്ലേ, എന്നിട്ടും ഒരിടത്തും എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ വോളിബോളും കളിച്ചേർന്ന് പ്രീ ഡിഗ്രി തോറ്റ അമ്മയോട് ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ ഇത് വാസ്തവത്തിൽ നടിയായ സ്മിനു സിജോയുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 തവണ കേരളത്തെ റെപ്രസെന്റ് ചെയ്ത് ദേശീയ ലെവലിൽ ഹാൻഡ്ബോൾ കളിക്കാൻ സ്മിനു പോയിട്ടുണ്ട്. കാഴ്ചയിൽ വോളിബോളിനോട് ഏകദേശം സമാനമായ ഒരു ഗെയിം തന്നെയാണ് ഹാൻഡ്ബോൾ. എന്നാൽ സിനിമയിൽ വന്നപ്പോൾ ഹാൻഡ്ബോളിന് പകരം അവർ വോളിബോൾ എന്നാക്കി മാറ്റി. എന്താലേ. ചെപ്പ്. 1987 മോഹൻലാൽ പ്രിയദർശൻ സിനിമയാണ് ചെപ്പ്. ക്യാമ്പസിലെ അക്രമ രാഷ്ട്രീയവും മയക്കുമരുന്നും റാഗിങ്ങുമെല്ലാം വ്യക്തമായി കാണിച്ച സിനിമയും കൂടിയാണ് ചെപ്പ്. സിനിമയിലെ ഒരു ഭാഗത്തായി അധ്യാപകനായ മോഹൻലാലും വിദ്യാർത്ഥികളും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് മോഹൻലാൽ വിദ്യാർത്ഥികളോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ MG കോളേജിലോ പോയി അന്വേഷിച്ചോക്കെ എന്നെ പറ്റി. എന്നാൽ ഇത് മോഹൻലാലിന്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു സംഭവം തന്നെയാണ്. തിരുവനന്തപുരത്തെ MG കോളേജിൽ പഠിക്കുമ്പോൾ മോഹൻലാൽ ഒരുപാട് ഹീറോയിസം കാണിച്ച് നടന്നതിനെ കുറിച്ച് പല ഇന്റർവ്യൂകളിൽ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സീനിയർ ഉണ്ട് MG കോളേജിൽ ഞാൻ പഠിച്ച സമയത്ത്. അതുകൊണ്ട് ആ ഒരു സംഭവം ഡയലോഗായി സിനിമയിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് വന്നു കാണില്ലായിരിക്കും. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. 2010 രഞ്ജിത്ത് മമ്മൂട്ടി സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. സിനിമയിലെ ഒരു ഭാഗത്തായി ഇടവേള ബാബുവും ഇന്നസെന്റും അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം കളിയാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുമുള്ള ഒരു സീനിൽ ഇന്നസെന്റ് ഇടവേള ബാബുവിന്റെ മുഖത്ത് നോക്കി ഇടവേളയ്ക്ക് ശേഷം ഇയാൾക്ക് പൊക്കം വെച്ചിട്ടില്ല എന്ന് കളിയാക്കി പറയുന്നുണ്ട്. ഇവൻ ഇടവേളയ്ക്ക് ശേഷം പൊക്കം വെച്ചിട്ടില്ല. ഇവിടെ പറയുന്ന ഇടവേള എന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായിരുന്നു. എന്നാൽ ഇതേ സമയം ഇടവേള ബാബു ഇന്നസെന്റിന്റെ മുഖത്ത് നോക്കി തിരിച്ചും കളിയാക്കുന്നുണ്ട്. ഇവിടെ ഇടവേള ബാബു പ്രഭാകരൻ അന്തിക്കോട് ഇന്നസെന്റിനെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പറഞ്ഞത് 100% സത്യമാണ്. ഇവിടെ പ്രഭാകരൻ അന്തിക്കോട് എന്ന് പറഞ്ഞത് സാക്ഷാൽ സുകുമാർ അഴീക്കോടിനെ ഉദ്ദേശിച്ചാണ്. കാരണം അമ്മ സംഘടനയിലെ ഒരു പ്രശ്നം മൂലം സുകുമാർ അഴീക്കോടും ഇന്നസെന്റും തമ്മിൽ ചെറുതായി തെറ്റിയിരുന്നു. ആ സമയത്ത് സുകുമാർ അഴീക്കോട് ഇന്നസെന്റിനെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഇന്നസെന്റിന്റെ പേഴ്സണൽ ലൈഫിൽ നടന്നൊരു സംഭവം തന്നെയായിരുന്നു ഡയലോഗായ ഒരു സിനിമയിൽ പറഞ്ഞത്. ബൈസൈക്കിൾ തീവ്സ്. 2013 ജിസ് ജോയ് ആസിഫ് അലി സിനിമയാണ് ബൈസൈക്കിൾ തീവ്സ്. സിനിമയിലെ ഒരു ഭാഗത്തായി ആസിഫ് അലിയും ജാഫർ ഇടുക്കിയും സംസാരിക്കുന്ന ഒരു സമയത്ത് തമാശ രൂപേണ ജാഫർ ഇടുക്കി ആസിഫ് അലിയോട് പറയുന്നുണ്ട്, സാറിനെ എത്ര വിളിച്ചാലും സാർ ഒരിക്കലും ഫോൺ എടുക്കില്ലല്ലോ എന്ന്. മാർപ്പാപ്പ വിളിച്ചാൽ പോലും സാറ് ഫോൺ എടുക്കുകയല്ലോ. എന്നാൽ ഈ ഒരു ഡയലോഗ് ആസിഫ് അലിയുടെ പേഴ്സണൽ ലൈഫിലെ സംഭവം തന്നെയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആസിഫ് അലി ആര് വിളിച്ചാലും ഫോൺ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. എന്തായാലും ആസിഫ് അലിയുടെ മുഖത്ത് നോക്കി പറയുന്ന ആ ഒരു ഡയലോഗ് എഴുതി ഷൂട്ട് ചെയ്ത സംവിധായകന്റെ മിടുക്കിന് കയ്യടി കൊടുക്കേണ്ടതാണ്. സ്വർണ്ണക്കടുവ. 2016 ജോസ് തോമസ് സിനിമയാണ് സ്വർണ്ണക്കടുവ. സിനിമയിലെ ഇന്നസെന്റിന്റെ ലോനപ്പൻ എന്ന സ്വർണ്ണക്കച്ചവടക്കാരൻ ഒരു സീനിൽ സ്വയം പറയുന്ന ഒരു ഡയലോഗാണിത്. ആലീസിനോടും പിള്ളേരോടും ഞാൻ എറണാകുളത്തിന് പോയിന്നാ പറഞ്ഞേ. തന്റെ സ്വന്തം ഭാര്യയായ ആലീസിന്റെ പേര് തന്നെയാണ് അദ്ദേഹം സിനിമയിൽ ഡയലോഗായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സിനിമ കണ്ട സമയത്ത് ഈ ഒരു ചെറിയ ഡയലോഗ് പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒന്നായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി. 2014 കോമഡി സിനിമയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സിനിമയിൽ അജു വർഗീസിന്റെ കഥാപാത്രം ഒരു അവസരത്തിൽ പറയുന്നുണ്ട് തന്റെ കല്യാണം കഴിഞ്ഞു, തനിക്ക് ഇരട്ട കുട്ടികൾ പിറന്നുവെന്ന്. എന്റെ ഭാര്യ ഒന്ന് പെറ്റു അറിയോ. ഇത് അജു വർഗീസിന്റെ പേഴ്സണൽ ലൈഫിലെ ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതൊന്നുമല്ല.
ഈ സിനിമ റിലീസായത് 2014 നവംബർ 21-നാണ്. അജു വർഗീസിന് ആദ്യത്തെ ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നത് 2014 ഒക്ടോബർ 28-നാണ്. രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു മാസത്തെ ഗ്യാപ്പ് പോലുമില്ല. അങ്ങനെ നോക്കുമ്പോൾ സിനിമയിൽ അജു വർഗീസ് പറഞ്ഞ ഈ ഒരു ഡയലോഗ് സ്ക്രിപ്റ്റിലില്ലാതെ കയ്യിൽ നിന്നും വിട്ട ഒരു ഡയലോഗ് ആയിരിക്കാനാണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും രണ്ട് സംഭവങ്ങളും തമ്മിൽ പെർഫെക്റ്റ് സിങ്കിങ് ആയിരുന്നു. ഇന്ത്യൻ റുപ്പി. 2011 പൃഥ്വിരാജ് സിനിമയാണ് ഇന്ത്യൻ റുപ്പി. സിനിമയിലെ വളരെ നിഗൂഢമായ ഒരു കഥാപാത്രമായിരുന്നു തിലകന്റെ അച്യുത മേനോൻ. സിനിമയിലെ ഒരു ഭാഗത്തായി തിലകൻ പൃഥ്വിരാജിന് വളരെ മികച്ച ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ പൃഥ്വിരാജ് തിലകന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് പൃഥ്വിരാജ് തിലകന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് തിലകന്റെ പേഴ്സണൽ ലൈഫുമായി കണക്ട് ചെയ്യുന്ന ഒരു ഡയലോഗായിരുന്നു. കാരണം മലയാള സിനിമയിൽ സജീവമായിരുന്ന തിലകനെ ഒരു സമയത്ത് സിനിമാ സംഘടനകൾ വിലക്കിയിരുന്നു. അതിനുശേഷം തിലകന് ഒരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടിരുന്നു. അവസാനം വിലക്കുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് തിലകനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് അഭിനയിക്കാൻ ക്ഷണിക്കുന്നത്. അങ്ങനെ സിനിമയിൽ മികച്ച ഒരു വേഷം തിലകന് കൊടുക്കുകയും ചെയ്തു. വിലക്ക് മൂലം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് തിലകന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് തീർത്തും വ്യക്തിപരമായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നായർ സാബ്. 1989 ജോഷി മമ്മൂട്ടി സിനിമയാണ് നായർ സാബ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ സിനിമയിൽ അഭിനയിച്ച നടന്മാരുടെ പേഴ്സണൽ ലൈഫിലെ സംഭവങ്ങളല്ല, മറിച്ച് അവരുടെ സ്വന്തം പേരിൽ തന്നെ നേരിട്ടോ അല്ലാതെയോ മാറ്റം വരുത്തി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗണേഷ് കുമാറിന്റെ കഥാപാത്രത്തിന്റെ പേര് ഗണേഷ് എന്നാണ്. സിദ്ദിഖിന്റെ കഥാപാത്രത്തിന്റെ പേര് സിദ്ദിഖ് എന്നും. മണിയൻ പിള്ള രാജുവിന്റെ കഥാപാത്രത്തിന്റെ പേര് മണിയൻ പിള്ളയുടെ പിള്ള എടുത്ത് ചന്ദ്രൻ പിള്ള എന്നാക്കി. മോഹൻ ജോസിന്റെ ജോസ് എടുത്ത് ജോസ് എന്ന കഥാപാത്രമാക്കി. ജഗന്നാഥ വർമ്മയുടെ വർമ്മയെടുത്ത് ബ്രിഗേഡിയർ വർമ്മ എന്നാക്കി. അതോടൊപ്പം മാമു കോയെ കോയ എന്നാക്കി മാറ്റി. അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ ഗോപി എടുത്ത് ഗോപകുമാർ എന്നാക്കി മാറ്റി. എന്തൊക്കെയാണെങ്കിലും ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിരുന്നു. പുണ്യാളൻ അഗർബദീസ്. 2013 ജയസൂര്യ സിനിമയാണ് പുണ്യാളൻ അഗർബദീസ്. ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമയായതുകൊണ്ട് തന്നെ ജയസൂര്യയുടെ പേഴ്സണൽ ലൈഫിൽ നടന്നൊരു സംഭവം സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയിൽ ഈശോ പറയണ വഴിയെല്ലാം എന്നൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടിൽ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ജയസൂര്യയും ആളുകളും ചേർന്ന് കുഴിയടച്ച് വൃത്തിയാക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. 2013 ജൂലൈയിൽ എറണാകുളത്തെ തകർന്നു കിടന്ന റോഡിൽ ജയസൂര്യ കുറച്ച് ആളുകളോടൊപ്പം ചേർന്ന് കുഴിയടയ്ക്കാൻ ശ്രമിച്ചിരുന്നു. ജയസൂര്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജയസൂര്യക്കെതിരെ അവിടുത്തെ മേയർ അന്ന് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നത്തിനെതിരെ താൻ ഏതറ്റം വരെ നേരിടാൻ തയ്യാറാണെന്നും ജയസൂര്യ തിരിച്ചും പറഞ്ഞിരുന്നു. ഇതേ സംഭവം തന്നെയാണ് അതേ വർഷമായ 2013 നവംബറിൽ പുറത്തിറങ്ങിയ പുണ്യാളൻ അഗർബദീസ് എന്ന സിനിമയിൽ ഹാസ്യരൂപേണ കാണിച്ചിട്ടുള്ളത്. നടീനടന്മാർ അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഡയലോഗായി പറഞ്ഞിട്ടുള്ള മറ്റ് സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.